പാറ്റ പാർട്ടിയുടെ ഇന്നലെ നടന്ന പ്രതിഷേധം പൊട്ടിപ്പൊളിഞ്ഞതിൽ വിഷമത്തിലാണ് നമ്മുടെ ചില ആളുകൾ. മല പോലെ വന്നത് എലി പോലെയായി എന്ന അവസ്ഥ. മലയാള സിനിമാ ചരിത്രത്തിൽ ജനപ്രിയ കോമഡി ചിത്രങ്ങളുടെ പട്ടിക എടുത്താൽ അതിൽ എക്കാലവും മുൻപിലുണ്ടാകുന്ന ഒന്നാണ് കല്യാണരാമൻ. ഷാഫി സംവിധാനം ചെയ്ത് ദിലീപ് നായകനായി 2002 പുറത്തിറങ്ങിയ ഈ ചിത്രം ഇന്നും പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരു സമ്പൂർണ്ണ കോമഡി എന്റർടൈനറാണ്. ചിത്രത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ തന്നെ അതിന് ഒരുപാട് കോമഡി രംഗങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു വന്നിട്ടുണ്ടാകാം. അവിടെ ദിലീപ് കഥാപാത്രമായ രാമൻകുട്ടി സഹോദരൻ്റെ വിവാഹം കഴിഞ്ഞുള്ള രാത്രി ആഘോഷ പരിപാടിക്കിടെ ഹനുമാന്റെ ലങ്കാദഹനം അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നൊരു രംഗമുണ്ട്. വലിയ ബിൽഡപ്പൊക്കെ കൊടുത്ത് ഒരുങ്ങി ഹനുമാന്റെ മുഖഭാവത്തിൽ ചാടി വരുന്ന രാമൻകുട്ടി നോക്കുമ്പോൾ അവിടെയുള്ളത് ആകെ 4-3 പേര് മാത്രം. ആകെ ചമ്മി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ മുഖഭാവവും അവിടെയുള്ളവരുടെയൊക്കെ ചിരിയും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്നു കാണും. എന്തിനാണ് ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞത് എന്നല്ലേ? വലിയ ബിൽഡപ്പൊക്കെ കൊടുത്ത് ജനലക്ഷങ്ങളെ സാക്ഷിയാക്കി താൻ ഇന്ത്യയിലെത്തുമെന്ന CJP സ്ഥാപകൻ അഭിജിത്ത് ദീപ്കയുടെ പ്രഖ്യാപനവും അതിനുശേഷം നടന്ന കാര്യങ്ങളും കാണുമ്പോൾ കല്യാണരാമനിലെ ഹനുമാന്റെ ലങ്കാദഹനമാണ് എനിക്ക് ഓർമ്മ വന്നത്. അമേരിക്കയിലെ എയർ കണ്ടീഷൻ മുറിയിലിരുന്ന് ഫോണിൽ 2 ട്രോളും കുറച്ച് സബ്കാസ്റ്റിക് പോസ്റ്റും ഒക്കെ ഇട്ടപ്പോൾ അഭിജിത്ത് വിചാരിച്ചു ഇന്ത്യയിലെ ഡിജിറ്റൽ യുഗത്തിലെ പിള്ളേരെ മുഴുവൻ തനിക്ക് വിരൽത്തുമ്പിൽ നിയന്ത്രിക്കാമെന്ന്. അങ്ങനെയാണ് മൂപ്പർ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വിദേശത്തിരുന്ന കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ ഒരു അടാറ് ഐറ്റം തുടങ്ങിയത്. വൻ ബിൽഡപ്പൊക്കെ കൊടുത്തായിരുന്നു അതിൻ്റെ വരവ്. മില്യൺ കണക്കിന് ഫോളോവേഴ്സ്, ജെൻസി പിള്ളേരെയും ഫ്രീക്കന്മാരെയും കൊണ്ട് സോഷ്യൽ മീഡിയ പേജ് ആകെ അങ്ങ് നിറഞ്ഞു. മെയിൻ സ്ട്രീം പാർട്ടികളെ പോലും പിന്നിലാക്കുന്ന രീതിയിൽ ഡിജിറ്റൽ തരംഗം തന്നെയാണ് CJP കഴിഞ്ഞ 2-3 ആഴ്ചയായി ഉണ്ടാക്കിയത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ സോഷ്യൽ മീഡിയയിലെയും മില്യൺ പവർ കണ്ട് ആവേശം മൂത്ത് നീറ്റ് CBSE വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് സമരം ചെയ്യാൻ ഇന്നലെ രാവിലെ മൂപ്പർ ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങി. നേരെ പോയി ജന്തർ മന്ദിറിലേക്ക്. അവിടെ ചെന്നപ്പോഴാണ് നമ്മുടെ ഡിജിറ്റൽ വിപ്ലവകാരിക്ക് ഒരു കാര്യം മനസ്സിലായത്. ഫേസ്ബുക്കിൽ ലൈക്ക് അടിക്കുന്ന ഒരു വിപ്ലവകാരി പോലും ഡൽഹിയിലെ വേരത്ത് വിയർക്കാൻ വന്നിട്ടില്ല എന്ന്. സോഷ്യൽ മീഡിയ ലക്ഷക്കണക്കിന് ആളുകൾ ലൈക്കും ഷെയറും ചെയ്ത ആ വമ്പൻ പടയൊരുക്കത്തിന് ഒടുവിൽ സമരപ്പന്തലിൽ തിരിഞ്ഞു നോക്കാൻ എത്തിയത് കുറച്ചധികം ആളുകളും കുറച്ചധികം മീഡിയക്കാരും മാത്രമാണ്. ഇവിടെയാണ് CJPക്ക് തന്ത്രപരമായ പിഴവ് പറ്റിയത്. വിദേശത്തിരുന്ന് കോർപ്പറേറ്റ് ശൈലിയിൽ അൽഗോരിതം നോക്കി ക്യാമ്പയിൻ നടത്തുന്ന ആളുകൾക്ക് ഒരു കാര്യം അറിയില്ല. ആരാണ് പോസിറ്റീവ് രാഷ്ട്രീയം കളിക്കുന്നത്, ആരാണ് വെറും ടൈം പാസ് സർക്കാസം കാണിക്കുന്നതെന്ന്. അങ്ങനെ സോഷ്യൽ മീഡിയയിലെ സിംഹങ്ങളായ CJPയുടെ വിപ്ലവം ജന്തർ മന്ദിറിലെ പൊടിപടലങ്ങളിൽ വെറും ഒരു തട്ടിക്കൂട്ട് പരിപാടി മാത്രമായി ഒരുങ്ങി എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. പ്രതിഷേധ സമരങ്ങളെയും വിമർശനങ്ങളെയും ഒന്നും ഞാൻ കുറ്റം പറയില്ല. പക്ഷേ അത് ചെയ്യേണ്ടതിന് കൃത്യമായ ചില മാനദണ്ഡങ്ങളുണ്ട്, ചില രീതികളുണ്ട്. ആ കാര്യത്തിൽ CJPക്ക് വലിയ പിഴവ് പറ്റി. അവർ ആഗ്രഹിച്ച രീതിയിലുള്ള മാറ്റങ്ങൾ വരണമെങ്കിൽ നന്നായി ഹോംവർക്ക് നടത്തി ഇത്തരം പ്രതിഷേധ പരിപാടികൾക്ക് ഇറങ്ങണമെന്ന് സാരം.